രാംകുമാർ സാർ, അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ? ഇപ്പോൾ കോടതി, അതായത് സർക്കാർ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു, ഈ പണ്ഡിതരെ വെച്ച് ഇക്കാര്യം പഠിക്കാം, പക്ഷേ കോടതിയുടെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് ആ ഉദ്യമത്തിലേക്ക് കടക്കാതിരുന്നത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇടത് സർക്കാരിന് അങ്ങനെ പ്രത്യേക ഒരു അജണ്ടയൊന്നുമില്ല. ഇങ്ങനൊരു വിധി വന്നു, സുപ്രീം കോടതി ഉത്തരവ് വന്നു, യുവതി പ്രവേശനമാവാം, അത് സർക്കാർ നടപ്പിലാക്കി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഒന്നും അങ്ങനെ ധൃതി പിടിച്ച് ചെയ്തതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അജണ്ട വെച്ച് ചെയ്തതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും വാർത്താമാധ്യമങ്ങളിൽ കൂടെയും കേരളത്തിലല്ല, ഇന്ത്യയിൽ ലോകത്തിലെ മുഴുവൻ മലയാളികൾ നേരിട്ട് കണ്ടതാണ്. സർക്കാരിൻ്റെ പോലീസിനെ ഉപയോഗിച്ച് പോലീസ് യൂണിഫോം അണിയിച്ചുകൊണ്ട് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ യാതൊരു ക്ഷേത്രവിശ്വാസമോ ആചാരവുമില്ല എന്ന് പ്രഖ്യാപിച്ച യുവതികളെ പോലീസ് സഹായത്തോടെ ഇതെന്തിനാ ചെയ്ത്? സർക്കാരിന് വിശ്വാസത്തോടോ വിശ്വാസികളോടോ അല്പമെങ്കിലും ആദരവോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രകോപനപരമായ ഒരു വെല്ലുവിളി സർക്കാർ ചെലവിൽ നടത്തുമായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പോലീസ് യൂണിഫോം അണിയിച്ച് 2 യുവതികളെ കല്യാണ പെണ്ണുങ്ങളെപ്പോലെ ശബരിമലയിലേക്ക് കയറ്റിവിട്ട്. കേരളം കണ്ടതാണ്. എന്തിനാ സർക്കാർ അങ്ങനെ ചെയ്ത്? മറ്റൊരു മതസ്ഥർക്ക് ഇത് ചെയ്യൂ. ഉദാഹരണത്തിന് കാശ്മീരിലെ ദാൽ ലേക്കിനോട് ചേർന്ന് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഹിന്ദുവായ എനിക്ക് പ്രവേശനം കിട്ടി, പക്ഷേ കാശ്മീരി മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾക്ക് അതിനകത്ത് കാലുത്താൻ പറ്റില്ല. അതിന് ഇടതുപക്ഷക്കാർ വിവേചനം എന്ന് പറയാനുള്ള ചങ്കൂറ്റം നട്ടെല്ലവർ കാണിക്കുമോ? കാണിച്ചാൽ നട്ടെല്ല് സ്ഥാനത്തുണ്ടാവില്ല. പോട്ടെ, ഇവിടെ SSLCക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്റ്റേജിൻ്റെ മുകളിൽ കയറി സമ്മാനം വാങ്ങാൻ ചെന്നത് ഇസ്ലാം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഇറക്കി വിട്ടു. ഇടതുപക്ഷക്കാർ അതിനെ സഹായിക്കും. അതിനോട് ഇടതുപക്ഷക്കാരുടെ സമീപനം. അപ്പം ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ കാര്യം. അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മതത്തിൽ നിന്ന് കിട്ടുന്ന മെച്ചം മാത്രം എടുക്കുക എന്ന കാപട്യം ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് ശരിയാണ്. ഞങ്ങൾ മതവിശ്വാസികളല്ല, പക്ഷേ മതസ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ധനം ഞങ്ങൾക്ക് മയക്കുമരുന്നാണ് എന്ന സമീപനം ശരിയാണ്. ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ ജനങ്ങൾ മറ്റെല്ലാ രംഗത്തും കാണിക്കുന്ന ഇരട്ടത്താപ്പ് പോലെ തന്നെ. ഇപ്പോൾ ക്ഷേത്ര സമിതികൾ കടന്നുകൂടി ചെഗുവരയുടെ ചിത്രം വെച്ച് ആഘോഷം നടത്തുക. വേറെ സ്ഥലത്ത് നടത്തിയ പോലെ മതത്തിൽ വിശ്വസിക്കാത്ത ചെഗുവരയെ മതസ്ഥാപനത്തിൻ്റെ ബന്ധമായിട്ട് ബന്ധപ്പെടുത്തി ആഘോഷങ്ങൾ പോട്ടെ. ഇത് ഒരു വെല്ലുവിളിയല്ലേ വാസ്തവത്തിൽ വിശ്വാസികൾക്ക് എതിരായിട്ട്? മറ്റ് വിശ്വാസികൾക്ക് എതിരായിട്ട് ഇതുപോലെ നട്ടെല്ലും ധൈര്യമില്ലാത്തവർ ഈ കാണിക്കുന്നത് ഒരു ജാതി ഭീരുത്വമല്ലേ? അപ്പോൾ ഇവിടെ പ്രകടമായ നയം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ വെള്ള പൂശാൻ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഗതികേട് കൊണ്ടാണ്, അല്ലാണ്ട് പ്രത്യയശാസ്ത്രത്തിൻ്റെയോ തത്വശാസ്ത്രങ്ങളുടെയോ വിശ്വാസ പ്രമാണങ്ങളുടെയോ പിൻബലത്തിലല്ല, ഗതികേട് കൊണ്ടാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും കമ്മിറ്റിയുടെ മണ്ടയ്ക്ക് വെച്ച് സർക്കാർ തടിയൂരും സുപ്രീം കോർട്ടിലും ഞങ്ങളിത് പരിഗണിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ വ്യക്തവും ശക്തവുമായൊരു നിലപാട് ഈ ഇടതുപക്ഷ സർക്കാർ ഇതിൽ പ്രകടിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധാർഹമാണ്. ഇപ്പോൾ എല്ലാ കോടതികളും, നമ്മുടെ കേരള ഹൈക്കോടതികളുടെ അടക്കം ആർത്തവ അവധി സ്ത്രീ ജീവനക്കാർക്ക് കൊടുക്കണം എന്ന ചിന്താഗതിയുണ്ട്. എന്താ അതിന് പ്രാധാന്യം? അതിനർത്ഥം ആർത്തവകാലത്ത് സ്ത്രീകൾ ചില പ്രത്യേക പരിവേദനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ശബരിമലയിലും പറയുന്നത്? ആർത്തവതികളായ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവർക്ക് ശാരീരികമായും മാനസികമായും
ചില പ്രത്യേകതകളുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ അംഗീകരിച്ച തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ ശബരിമലയ്ക്ക് മാത്രം എന്താ പ്രത്യേകം? ഒരു ഓഫീസിൽ ആർത്തവാവധി കൊടുക്കാൻ മാത്രം സ്ത്രീകൾ വ്യത്യസ്തരാണെങ്കിൽ ആ സ്ത്രീകളിൽ ആർത്തവമുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെ വിവേചനപരമാവും? അത് ക്ഷേത്രത്തിൻ്റെ ആചാരം നിശ്ചയിക്കുന്നവർക്ക് വിട്ടുകൊടുക്കലല്ലേ ഭംഗി. എന്തിനാ ക്ഷേത്രങ്ങളുടെ വിവേചനത്തിൻ്റെ പ്രശ്നം എവിടെ ആയിരിക്കണം? ക്ഷേത്രങ്ങൾ ആചാരനുഷ്ഠാനം ഇപ്പോൾ പലപ്പോഴും പല ആചാരങ്ങളും ഇന്ന് അപ്രസക്തം. ഉദാഹരണത്തിന് പണ്ട് ജന്തുബലി ഉണ്ടായിരുന്നു, അത് അപരിഷ്കൃതമാണെന്ന് പറഞ്ഞ് സ്വയം ഉപേക്ഷിച്ചില്ലേ പല ക്ഷേത്രങ്ങളും. ഒരിടതുപക്ഷക്കാരുടെ സമ്മർദ്ദമില്ലാതെ തന്നെ ഹിന്ദുക്കൾ മുന്നോട്ട് വന്നില്ലേ. അതേപോലെ ആചാരങ്ങളല്ല ദുരാചാരങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന പലതും നിർത്താൻ സ്വയമേവ ക്ഷേത്രവിശ്വാസികൾ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഇതും അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ വിവേചനം. കൂടുതൽ മെച്ചം അതല്ലേ. അതിന് പകരം അവരെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് പ്രകോപനവും വെല്ലുവിളിയും സർക്കാരിൻ്റെ സ്വാധീനവും പോലീസ് സേനയും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് പ്രകോപിപ്പിക്കുന്നത് ശരിയാണോ? ഒരു ജനാധിപത്യ സർക്കാരിന് ശരിയാണോ? ക്ഷേത്രങ്ങളിൽ എവിടെ ജനാധിപത്യം? ക്ഷേത്രങ്ങളുടെ പ്രധാനം വിശ്വാസങ്ങളും ആചാരങ്ങളും വേദങ്ങളും മന്ത്രങ്ങളുമാണ്. അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, പക്ഷെ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത് ക്ഷേത്രങ്ങളെ നശിപ്പിച്ചുകൊണ്ടല്ല, പരിഷ്കരിച്ചുകൊണ്ടാണ്. ഈ ഒരു കാഴ്ചപ്പാട് കേരള ഗവൺമെൻറ് എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ക്ഷേത്രങ്ങളെ വോട്ട് കിട്ടാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു സ്വതന്ത്രമായ നിഷ്പക്ഷമായ വിശ്വാസാധിഷ്ഠിതമായ ജനാധിപത്യപരമായ സമീപനം എടുക്കും എന്ന് വിശ്വസിക്കാൻ വളരെ വിഷമമുണ്ട്. ഓക്കെ.